കഴിഞ്ഞ 3 ദിവസമായി ഈ സ്കൂളിൻ്റെ സിൽവർ ജൂബിലിയുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അതിൽ വെച്ച് ഏറ്റവും ഗുരുത്വമുള്ള ഒരു പരിപാടിയാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും നമുക്കറിയാം, ഒരു നാടിൻ്റെ വികസനത്തിൽ അല്ലെ നാടിൻ്റെ പുരോഗതിയിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകാൻ വേണ്ടിയിട്ട് അവിടെ അധ്യാപക സമൂഹത്തിന് മാത്രമേ കഴിയൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. കഴിഞ്ഞ ദിവസം വായിച്ചാണ്, ഇംഗ്ലണ്ടിലെ ഒരു സ്കൂളിലെ പ്രശസ്തമായ ഒരു സ്കൂളിൽ ഒരു ടീച്ചർ ഒരു ദിവസം 4ാം ക്ലാസ്സിൽ ക്ലാസ് എടുക്കാൻ വന്നു. അപ്പോൾ 3ാം ക്ലാസ്സിൽ ടീച്ചറിലായിരുന്നു. അപ്പോൾ 3ാം ക്ലാസ്സിൽ നല്ല ഒച്ചയും ബഹളവും ഒക്കെയാണ്. അപ്പോൾ ടീച്ചർ നേരെ 3ാം ക്ലാസ്സിൽ പോയി അവിടെ കുട്ടികളോട് എല്ലാവരോടും എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. ടീച്ചർ എല്ലാ കുട്ടികളോടും പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഒരു പേപ്പർ കയ്യിലെടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ കുട്ടികളും പേപ്പർ കയ്യിലെടുത്തിട്ടാകുമ്പോൾ ടീച്ചർ കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളുടെയും നമ്പറും പേരും എഴുതിയെടുത്തിട്ട് ആ കുട്ടികൾ നിങ്ങളോട് ചെയ്ത നിങ്ങളൊന്നിച്ചില്ല മറ്റു കുട്ടികൾ നിങ്ങളോട് ചെയ്ത നന്മകൾ ഒരു പേപ്പറിൽ എഴുതി വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ആ ക്ലാസ്സിൽ മാർക്ക് എന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ടീച്ചറോട് മാർക്ക് ചോദിച്ചു, ടീച്ചറെ, ഞാൻ ഒരു കുസൃതിക്കാരനായ കുട്ടിയാണ്, എന്നെക്കുറിച്ച് ഇവർക്ക് എന്ത് നന്മ എഴുതാനായിരിക്കും ഉണ്ടാവുക എന്നൊരു സംശയം ചോദിച്ചു. അപ്പോൾ ടീച്ചർ പറഞ്ഞു, നീ പേടിക്കണ്ട, എന്നെക്കുറിച്ചും ഇവർക്ക് എഴുതാൻ നന്മകൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ടീച്ചർ ഈ പേപ്പറൊക്കെ വാങ്ങി രാത്രി 10 മണിക്ക് ടീച്ചർക്ക് മാർക്കിൻ്റെ ഒരു ഫോൺ കോൾ വന്നു. ടീച്ചർ, എന്താണ് എന്നെക്കുറിച്ച് എൻ്റെ ക്ലാസ്സിലെ മറ്റു കുട്ടികൾ എഴുതിയത് എന്ന് ചോദിച്ചു. അപ്പോൾ ടീച്ചർ പറഞ്ഞു, മാർക്ക്, നിന്നെക്കുറിച്ചും കുട്ടികൾ നല്ലത് എഴുതിയിട്ടുണ്ട്. നീ ഒരു കുട്ടിക്ക് ഒരു ദിവസം അവർക്ക് ഇറേസറിലായിരിക്കുമ്പോൾ ഒരു ഇറേസർ കൊടുത്തിരുന്നു. നീ ഒരു ഗ്ലാസ് വെള്ളം ഒരു കുട്ടിക്ക് കൊടുത്തിരുന്നു. അപ്പോൾ നിന്നെക്കുറിച്ച് ആ രീതിയിലുള്ള അവർക്ക് വളരെ സന്തോഷം. അപ്പോൾ ആ ഒരു നന്മ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ടീച്ചർ ഈ ഓരോ കുട്ടിയെക്കുറിച്ചും മറ്റു കുട്ടികൾ എഴുതിയ നന്മയുള്ള പേപ്പർ എല്ലാ കുട്ടിക്കും തിരിച്ചു കൊടുത്തു. അപ്പോൾ മാർക്കിനെ കുറിച്ച് മറ്റു കുട്ടികൾ എഴുതിക്കണ്ടപ്പോൾ മാർക്കിൻ്റെ കണ്ണ് നിറഞ്ഞു എന്നാണ് പറഞ്ഞത്. അതിന് കുറേ കാലങ്ങൾ കടന്നുപോയി. ടീച്ചർക്ക് വയസ്സായി. ഒരു ദിവസം മാർക്കിൻ്റെ അമ്മ ടീച്ചറെ വിളിച്ചിട്ട് പറഞ്ഞു, മാർക്ക് പട്ടാളക്കാരനായി അന്ന് വീട്ടിലേക്ക് വരണം, മാർക്ക് ഒരു യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ ടീച്ചർ മാർക്കിൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ടീച്ചറോട് മാർക്കിൻ്റെ അമ്മ പറഞ്ഞു, ടീച്ചറെ, മാർക്കിനെ മാർക്കാക്കിയത് നിങ്ങളാണ്. അന്ന് അവിടെ എഴുതി വെച്ച ആ കടലാസ് മാർക്ക് ഒരു പേപ്പറിൽ പൊതിഞ്ഞ് എപ്പോഴും അവൻ എല്ലായിടത്തും പോകുമ്പോഴും അവൻ്റെ നന്മകളെക്കുറിച്ചുള്ള ആ കടലാസ് അവൻ സൂക്ഷിക്കുമായിരുന്നു. ഇപ്പോഴും മരിക്കുന്ന സമയത്തും ആ കടലാസ് അവൻ്റെ കയ്യിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ആ ടീച്ചർക്ക് തോന്നിയ ഒരു ആശയമാണ്, അപ്പോൾ ചെറിയ പ്രായത്തിൽ കുട്ടികളുടെ മനസ്സിനെ സ്വാധീനിക്കാൻ ടീച്ചർമാരുടെ ഓരോ പ്രവർത്തിക്കുമ്പോഴും നമ്മുടെ ഓരോരുത്തരെയും മനുഷ്യനാക്കുന്ന ടീച്ചർമാരുടെ പ്രവൃത്തിയാണ്. അവരെ നല്ലവരും മോശമാക്കുന്നിട്ട് ചില ആൾക്കാർക്ക് അങ്ങനെ ടീച്ചർമാർക്ക് അങ്ങനെ സ്വാധീന ശക്തിയുള്ള ആൾക്കാരാണ്. ഓരോ വിദ്യാർത്ഥിയുടെയും ജീവിതം രൂപപ്പെടുത്തുന്നതിൽ ഓരോ ടീച്ചർമാർക്കും അത്രയധികം സ്വാധീന ശക്തിയുണ്ട് എന്ന് പറയാനാണ് ഞാൻ ഈ ഒരു സംഭവം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. അപ്പം അത്തരത്തിൽ നമ്മുടെ ഈ നാട്ടിൽ ഈ നെല്ലിക്കുന്ന് പോലുള്ള പ്രദേശത്ത് നമുക്കറിയാം, കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മുടെ വനിതകളുടെയൊക്കെ ശാക്തീകരണത്തിന് വേണ്ടി, സ്ത്രീകൾ മാത്രം പഠിക്കുന്ന ഈ സ്കൂളിൽ വനിതകളൊക്കെ ശാക്തീകരണത്തിന് ഈ നാടിൻ്റെ തുല്യതയ്ക്ക് വേണ്ടിയിട്ട് ഈ സ്കൂൾ ചെയ്ത സംഭാവനകൾ നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ സ്കൂളിൽ പഠിപ്പിച്ച പ്രഗത്ഭരായ അധ്യാപകർ എൻ്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. നമ്മുടെ തന്നെ ഈ നാടിനെ തന്നെ ഒരുപാട് സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലൊക്കെ പ്രശസ്തരായ ഒരുപാട് ആൾക്കാർ ഈ സ്കൂളിലെ പൂർവ്വ അധ്യാപകരാണെന്ന് പറയുന്നതിൽ എനിക്കും നിങ്ങൾക്കും അടക്കമുള്ള ഓരോരുത്തർക്കും ഏറെ അഭിമാനമാണ്. ഈ സ്കൂളിലെ അധ്യാപകരെ കുറിച്ച്, എൻ്റെ മുന്നിലിരിക്കുന്ന ഈ വേദിയിലിരിക്കുന്ന ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരെ കുറിച്ച് നാടും സമൂഹവും കാണുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. അത്രയും നല്ല രീതിയിലാണ് അവർ ഈ സ്കൂളിനെ, ഈ നാട്ടിലെ ഈ കുട്ടികളെ നേർവഴിക്ക് നയിച്ചത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ ഈ സ്കൂളിലെ ഓരോ വികസനത്തിനും, ഈ കുട്ടികളുടെ ഓരോ പുരോഗതിയിലും, അവർ നേടിയ വിജയത്തിനും ഈ സ്കൂളിലെ ഓരോ ടീച്ചറുടെയും കയ്യൊപ്പുണ്ട്. നിങ്ങൾക്ക് ഈ സ്കൂളിനും ഈ നാട്ടുകാർക്കൊക്കെ വേണ്ടി, ഈ സ്കൂളിന് വേണ്ടി ഇത്യധികം പ്രയത്നിച്ച മുഴുവൻ പൂർവാധ്യാപകരും എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ തൊട്ട് അഭിനന്ദിക്കാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നിങ്ങൾ കാട്ടിയ മാതൃകയാണ് ഈ നാട്ടിൻ്റെയും സ്കൂളിൻ്റെയും വികസനത്തിന് ചാലകശക്തിയായത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇന്നിവിടെ എത്തിയ മുഴുവൻ ടീച്ചർമാർക്കും, ഈ ഇവിടുത്തെ ഓരോ നാട്ടുകാർക്കും വിദ്യാർത്ഥികൾക്കും വേണ്ടി, ഈ കാസർഗോഡ് പോലീസിന് വേണ്ടി എല്ലാവിധ ഭാവുകങ്ങളും നേർന്ന് നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം ഐശ്വര്യപ്രദമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. അടുത്തതായി നമ്മുടെ ഈ ചടങ്ങിൻ്റെ വിശിഷ്ടാതിഥി കാസർഗോഡ് DEO ശ്രീ ദിനേശ് അവർകളെ ബഹുമാനപൂർവ്വം
ಸಂಸಾರಿക്കുന്നതിനായി ಕ್ಷಣಿക്കുന്നു. ಎಲ್ಲರಿಗೂ ನಮಸ್ಕಾರ. ಕಾರ್ಯಕ್ರಮದ ಅಧ್ಯಕ್ಷತೆಯನ್ನು ವಹಿಸುತ್ತಿರುವಂತಹ ಗರ್ಲ್ಸ್ ಹೈಸ್ಕೂಲ್ ಕಾಸರಗೋಡಿನ PTA ಪ್ರೆಸಿಡೆಂಟ್ ಶ್ರೀ ರಾಶಿದ್ ಓರನ್ ಅವರೇ, ಕಾರ್ಯಕ್ರಮವನ್ನು ಔಪಚಾರಿಕವಾಗಿ ಉದ್ಘಾಟಿಸಿದ ಕಾಸರಗೋಡಿನ ನೆಚ್ಚಿನ ಅಡಿಷನಲ್ SP ಶ್ರೀ ಬಾಲಕೃಷ್ಣನ್ ನಾಯರ್ ಸರ್, ವೇದಿಕೆಯಲ್ಲಿ ಆಸೀನರಾಗಿರುವಂತಹ ಎಲ್ಲ ಗಣ್ಯರೇ, ಗುರು ಸಮಾನರಾದ ಅಧ್ಯಾಪಕ ಬಂಧು ಭಗಿನಿಯರೇ, ಪ್ರೀತಿಯ ಅಧ್ಯಾಪಕರೇ, ಪ್ರೀತಿಯ ಮಕ್ಕಳೇ, ಪೂರ್ವ ವಿದ್ಯಾರ್ಥಿಗಳೇ, ಸ್ನೇಹಿತರೆ, ಬಹಳ ಸಂತೋಷ ಸಡಗರದಲ್ಲಿ ನಾನು ಈ ಒಂದು ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಭಾಗವಹಿಸ್ತಾ ಇದ್ದೇನೆ. ಒಂದು ಶಾಲೆ 50 ವರ್ಷ ಪೂರ್ತಿಗೊಳಿಸಿ ಮುಂದುವರಿಯುತ್ತಿರುವಂತಹ ಈ ಒಂದು ಸಂದರ್ಭದಲ್ಲಿ ಪ್ರತ್ಯೇಕವಾಗಿ ಇವತ್ತಿನ ಒಂದು ಕಾರ್ಯಕ್ರಮ ಹಿರಿಯ ಅಧ್ಯಾಪಕರನ್ನು ಗೌರವಿಸುವುದು ಅಥವಾ ಹಿರಿಯ ಅಧ್ಯಾಪಕರ ಒಂದು ಒಟ್ಟು ಸೇರುವಿಕೆ ಎಂಬ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಭಾಗವಹಿಸುವುದು ಎನ್ನುವುದು ಬಹಳ ಸಂತೋಷ ತರುವಂತಹ ವಿಷಯವೇ. ಕಳೆದ 5 ದಶಕಗಳಲ್ಲಿ ನಮ್ಮ ಈ ಶಾಲೆ ಹಾದು ಬಂದ ದಾರಿಯನ್ನು ನಾವು ನೋಡುವುದಿದ್ದರೆ ಬಹಳಷ್ಟು ಮಂದಿ ವಿದ್ಯಾರ್ಥಿಗಳಿಗೆ ವಿದ್ಯಾರ್ಜನೆಯನ್ನು ನೀಡಿ ಸಮಾಜದಲ್ಲಿ ಉತ್ತಮ ಪ್ರಜೆಗಳನ್ನಾಗಿ ಸೃಷ್ಟಿಸುವಲ್ಲಿ ನೀಡಿದಂತಹ ಅವರ ಕರ್ತವ್ಯ, ಅವರ ಜವಾಬ್ದಾರಿ ಏನಿದ್ರೂ ಕೂಡ ಅಧ್ಯಾಪಕರು ನೀಡಿದ ಆ ಒಂದು ಸ್ತುತ್ಯರ್ಹವಾದಂತಹ ಸೇವೆಯನ್ನು ಇಲ್ಲಿ ಸ್ಮರಿಸಲೇಬೇಕು. ಇಲ್ಲಿ ಮುಂಭಾಗದಲ್ಲಿ ಕೂತಿರುವಂತಹ ಗುರುಶ್ರೇಷ್ಠರನ್ನು ನಾನು ಗಮನಿಸಿದೆ. ನನ್ನೊಂದಿಗೆ ಕೆಲಸ ಮಾಡಿದಂತಹ ಅಧ್ಯಾಪಕರು ಇದ್ದೀರಿ, ಹಿರಿಯ ರಿಟೈರ್ಡ್ DO, ರಿಟೈರ್ಡ್ AEO, ಅದೇ ರೀತಿಯಲ್ಲಿ ಮುಖ್ಯೋಪಾಧ್ಯಾಯರುಗಳು, ಹಲವಾರು ವರ್ಷಗಳ ಹಿಂದೆ ಕಂಡಂತಹ ಅಥವಾ ಹಲವಾರು ವರ್ಷಗಳ ನಂತರ ನಾನು ಕಾಣ್ತಾ ಇರುವಂತಹ ಇಂದಿರಾ ಟೀಚರ್ ಆಗಿರುವವರನ್ನು ನಾನು ಗಮನಿಸಿದ್ದೇನೆ. ಅದೇ ರೀತಿಯಲ್ಲಿ ಜಯಶೀಲ ಟೀಚರು ನಮ್ಮ ಒಂದೇ ಸಬ್ಜೆಕ್ಟ್, ನಾರಾಯಣ ಮಾಸ್ಟರ್ ಇದ್ದಾರೆ, ಹಾಗೆ ಸುರೇಶ್ ಸರ್ DO ರಿಟೈರ್ಡ್, ಹಾಗೆ ಎಲ್ಲರೂ ಇದ್ದೀರಿ. ಈ ಒಂದು ಒಟ್ಟು ಸೇರುವಿಕೆ ಎನ್ನುವುದು ಬಹಳ ಸಂತೋಷ ತರುವಂಥದ್ದು. ಆದರೆ ಈ ಒಟ್ಟು ಸೇರುವಿಕೆಯಲ್ಲಿ ಆಗ PT ಅಧ್ಯಕ್ಷರು ಅಥವಾ ನಮ್ಮ ಉದ್ಘಾಟಕರು ಹೇಳಿದ ಹಾಗೆ ಇಲ್ಲಿ ನಮ್ಮ ಪೂರ್ವ ವಿದ್ಯಾರ್ಥಿಗಳು ಕೂಡ ಈ ಸಭೆಯಲ್ಲಿ ಹೆಚ್ಚಿನ ಸಂಖ್ಯೆಯಲ್ಲಿ ಬೇಕಿತ್ತು. ಆಗ ಆ ಒಂದು ಕೊಡುಕೊಳ್ಳುವಿಕೆ ನಮ್ಮೊಳಗೆ ನಡೀತದೆ, ಏನಿದ್ರೂ ಕೂಡ ಅದೊಂದು ವಿಶೇಷ ಅನುಭವ ಆಗ್ತಿತ್ತು എന്നുವುದರಲ್ಲಿ സംശയം ഇല്ല. ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു. നേരത്തെ പറഞ്ഞു, നമ്മളൊപ്പം വർക്ക് ചെയ്ത കുറേ അധ്യാപകർ ഒരുപാട് കാലത്തിന് ശേഷം ഒന്നിച്ച് ഇങ്ങനെ കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം. പക്ഷെ കൂടുതൽ സംസാരിക്കാനോ ഇടപഴകാനോ ഉള്ള ഒരു സമയം ഇല്ല എന്നുള്ളതാണ് വളരെ വിഷമം. ഇന്നിപ്പോൾ പ്രധാനമായി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അധ്യാപക സംഘടനയുടെ സമ്മേളനം കൂടി നടക്കുന്നുണ്ട്. ആ സമ്മേളനത്തിലും കൂടി പങ്കെടുക്കേണ്ടത് ഉള്ളത് കൊണ്ട് ഈ പരിപാടിയിൽ ഉടനീളം സംബന്ധിക്കാൻ പ്രയാസമുണ്ട് എന്ന് പറയാൻ വിഷമമുണ്ട്. ഏതായാലും നിങ്ങളെല്ലാവരെയും കണ്ടതിൽ സന്തോഷമുണ്ട്. നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയെ ഈ നിലയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള എത്തിച്ചിട്ടുള്ള അധ്യാപകർ ശ്രേഷ്ഠന്മാരാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. പൊതുവിദ്യാഭ്യാസം നമുക്കറിയാം, കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത് കേവലം ഇതുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഓഫീസർമാരാണോ ആയാലും അധ്യാപകരായാലും അല്ലെങ്കിൽ PTA മാത്രം ശ്രമിച്ചതുകൊണ്ടല്ല, ജനകീയ വിദ്യാഭ്യാസം എന്നാണ് നമ്മൾ പറയാറ്. ആ ജനകീയ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും മികച്ച ഒരു ഉദാഹരണമാണ് നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്നത്. അപ്പോൾ നമുക്കറിയാം, പുതിയ കാലഘട്ടത്തിൽ പല വെല്ലുവിളികളെയും നമ്മൾ നേരിടുന്നുണ്ട്. അത്തരം വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഗേൾസ് ഹൈസ്കൂൾ മുമ്പോട്ട് പോകുന്നത്. നമുക്കറിയാം, 50 വർഷങ്ങൾക്ക് പിന്നിൽ അല്ലെങ്കിൽ 50 വർഷങ്ങൾക്ക് മുൻപ് ഈ ഒരു സ്ഥാപനത്തെ തുടങ്ങാൻ വേണ്ടി, നേരത്തെ ഒരു ടീച്ചറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, ആദ്യത്തെ ടീച്ചർ വളരെ ഹൃദയസ്പർശിയായ ഒരു പരിപാടിയാണ് ഇന്ന് രാവിലെ അവർ ചെയ്തിട്ടുള്ളത്. ഏതായാലും അത്തരം പൂർവ്വസൂചികൾ
അല്ലെങ്കിൽ ദീർഘവീക്ഷണത്തോടെ നമ്മുടെ വിദ്യാഭ്യാസത്തെയും നമ്മുടെ സമൂഹത്തെയും കണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു ഗേൾസ് ഹൈസ്കൂൾ. നമുക്കറിയാം കാസർഗോഡ് അതൊരു പുതിയ അനുഭവമാണ്. പെൺകുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ഒരു സ്കൂള് അത് സ്ഥാപിക്കുകയും അത് സമൂഹത്തിന് നൽകുകയും ആ സാമൂഹിക ഇടപെടലിൻ്റെ ഭാഗമായിട്ട് അത് സ്ഥാപിക്കപ്പെട്ടതിൻ്റെ ഭാഗമായി ഒരുപാട് അന്ന് ഈ പെൺകുട്ടികൾ പഠിക്കാൻ പിന്നോട്ട് നിൽക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ പെൺകുട്ടികളെയും കൂടി മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിച്ച് സ്ഥാപിച്ച ഈ ഒരു സ്കൂള് പല ഘട്ടങ്ങളിലായി അത് പുരോഗതി കൈവരിക്കുകയും ഇന്ന് ഈ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ നമ്മുടെ നാരായണൻ സാറ് പറയുകയുണ്ടായി ഇതിൻ്റെ ആദ്യഘട്ടത്തിലെ പരിമിതികളും ഇതിൻ്റെ കെട്ടിടങ്ങളൊക്കെ അനുവദിച്ച് വരുമ്പോൾ അത് കെട്ടാൻ സ്ഥല സൗകര്യമില്ലാത്തതിൻ്റെ പ്രയാസങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ കുറേ പ്രയാസങ്ങളും പരിമിതികളും ഒക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത്. അതിന് ശ്രമിച്ചിട്ടുള്ള ഒരുപാട് നാട്ടുകാരുണ്ടാവാം, PTA അതുപോലെ തന്നെ അധ്യാപക ശ്രേഷ്ഠന്മാരൊക്കെ ഉണ്ടാവാം. ഇപ്പോൾ പറഞ്ഞ പോലെ സൂര്യമാഷ് ഈ എടനീർ സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാനും അവിടെ ഒന്നിച്ച് വർക്ക് ചെയ്തതാണ്. അതിനുശേഷമാണ് ഈ സ്കൂളിലേക്ക് എത്തിയിട്ടുള്ളത്. അങ്ങനെ എടനീർ സ്കൂളിൽ വർക്ക് ചെയ്ത കുറച്ച് പേര് അവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങി ഈ സ്കൂളിലേക്ക് എത്തിപ്പെട്ട ഒരു അനുഭവം കൂടിയുണ്ട്. അങ്ങനെ ഈ സ്കൂള് ഏറ്റവും കൺവീനിയൻ്റ് ആണ്, അല്ലെങ്കിൽ നല്ലൊരു മികവുണ്ടാക്കുന്ന സ്കൂളാണ് എന്ന് കരുതിയിട്ടായിരിക്കാം അങ്ങനെ മികവ് കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ അധ്യാപകർ ട്രാൻസ്ഫർ വാങ്ങി വരുന്ന ഒരു സ്ഥാപനം എന്ന നിലയ്ക്ക് അതിൻ്റെ ഒരു ഗുണം ഈ സ്കൂളിന് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി നല്ല അക്കാദമിക രംഗത്തും അതുപോലെ തന്നെ മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ മികവ് തെളിയിച്ച ഒരു സ്കൂളായി മാറിയിട്ടുണ്ട്. ഞാനൊക്കെ അധ്യാപകനായി പഠിപ്പിക്കുമ്പോൾ ജയശീല ടീച്ചർ ഈ സ്കൂളിലെ കുട്ടികളെയും കൊണ്ട് ശാസ്ത്രോത്സവത്തിനും അതുപോലെ തന്നെ സയൻസ് പ്രൊജക്റ്റിനൊക്കെ വരുമ്പോൾ നമ്മൾ വളരെ അതിശയത്തോടെ നോക്കി നിന്ന ഒരു സംഭവം കൂടി ഞാനിപ്പോൾ ഓർക്കുകയാണ്. അപ്പോൾ അങ്ങനെ മികച്ച കുട്ടികൾ, മികച്ച അധ്യാപകരുള്ള ഈ സ്കൂൾ ഇനിയും അതുപോലെ തന്നെ മികവ് പുലർത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് ഇത് ഇനിയും 50 വർഷം ഇതുപോലെയല്ല ഇതിനേക്കാളും കൂടുതൽ മികവ് പുലർത്തിക്കൊണ്ട് അത് മികച്ച രീതിയിലേക്ക് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പരിപാടിയിൽ സംബന്ധിക്കുന്ന എല്ലാ ഗുരുശ്രേഷ്ഠന്മാരെയും ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തിയാണ്. ജയ് ഹിന്ദ്. ദൈവത്തിന്റെ സ്വന്തം നാട് കേരളമെങ്കിലും ദൈവങ്ങളുടെ നാടെന്നറിയപ്പെടുന്ന നമ്മുടെ ഈ കാസർഗോഡിലെ ഏക പെൺവിദ്യാലയമായ GVHSS ഫോർ ഗേൾസ് കാസർഗോഡിന് അവരുടെ മഹനീയമായ സേവനം കൊണ്ട് നമ്മളുടെ ഈ സ്കൂളിന്റെ എല്ലാ അഭിവൃദ്ധിക്കും കൂടെ നിന്ന ഗുരുശ്രേഷ്ഠന്മാരെ ആദരിക്കുന്ന ചടങ്ങാണ് അടുത്തതായി നടക്കാൻ പോകുന്നത്. 1999-2001 കാലഘട്ടത്തിൽ ഈ സ്കൂളിൽ അദ്ദേഹത്തിന്റെ മഹനീയമായ സേവനം കാഴ്ചവെച്ച ശ്രീ പുണ്ടരീകാക്ഷ ആചാര്യ സാർ, റിട്ടയർഡ് AEO, അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. 1990-2006 കാലഘട്ടത്തിൽ ഈ വിദ്യാലയത്തിനായി സേവനം കാഴ്ചവെച്ച PM വർഗീസ്, റിട്ടയർഡ് HM, അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. 1999-2013 കാലഘട്ടത്തിൽ ഈ സ്കൂളിലെ അധ്യാപകനായി സേവനമനുഷ്ഠിച്ച MK ചന്ദ്രശേഖരൻ നായർ, അദ്ദേഹത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ബെസ്റ്റ് ടീച്ചർ അവാർഡ് വിന്നറാണ് അദ്ദേഹം. റിട്ടയർഡ് HM ആയ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി 2000-2006 കാലഘട്ടത്തിൽ ഈ വിദ്യാലയത്തിലെ അധ്യാപകനായിരുന്ന KB ഹരികൃഷ്ണൻ സാർ, അദ്ദേഹം HSST റിട്ടയർഡ് ആണ്. അദ്ദേഹത്തെയും ബഹുമാനപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം. അധ്യാപികയായി സേവനമനുഷ്ഠിച്ച ശ്രീ ജയശീല ടീച്ചറെ സ്കൂൾ ഇവിടേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി 2003-2014 കാലഘട്ടത്തിൽ ഇവിടുത്തെ അധ്യാപകനായിരുന്ന ശ്രീ ബാബുരാജ് സാറിനെ, റിട്ടയർഡ് HSST പൊളിറ്റിക്കൽ സയൻസ്, അദ്ദേഹത്തെ ആദരിക്കുന്നതിനായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി 2005-2007 കാലഘട്ടത്തിൽ ഈ വിദ്യാലയത്തിലെ അധ്യാപകനായി സേവനമനുഷ്ഠിച്ച കെ വെങ്കടകൃഷ്ണൻ ഭട്ട് സാർ, റിട്ടയർഡ് DO ആണ്. ഇവിടുത്തെ HM ആയിരുന്നു. അദ്ദേഹത്തെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി 1985-2001 കാലഘട്ടത്തിൽ ഈ വിദ്യാലയത്തിലെ അധ്യാപകനായി സേവനമനുഷ്ഠിച്ച ശ്രീ നാരായണൻ P സാർ, റിട്ടയർഡ് HSA, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് നാരായണൻ പെരിയാർ സാർ. 2005-2020 കാലഘട്ടത്തിൽ ഇവിടെ പ്രിൻസിപ്പലായി സേവനമനുഷ്ഠിച്ച ശ്രീ പ്രസീത PU, റിട്ടയർഡ് RDD, അവരെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു.
അടുത്തതായി 2002-2003 കാലഘട്ടത്തിൽ ഇവിടെ അധ്യാപികയായി സേവനമനുഷ്ഠിച്ച റിട്ടയർഡ് പ്രിൻസിപ്പൽ ഗീതാജി തോപ്പിൽ. 2015 കാലഘട്ടത്തിൽ ഈ വിദ്യാലയത്തിലെ അധ്യാപകനായി സേവനമനുഷ്ഠിച്ച ശ്രീ സുരേഷ് കുമാർ എം സാർ, റിട്ടയർഡ് DU, അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. 2012-2023 കാലഘട്ടത്തിൽ ഈ വിദ്യാലയത്തിലെ അധ്യാപികയായി സേവനമനുഷ്ഠിച്ച റിട്ടയർഡ് HST രേഖ റാണി കെ ടീച്ചറെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 2013-2017 കാലഘട്ടത്തിൽ ഈ വിദ്യാലയത്തിലെ അധ്യാപകനായി സേവനമനുഷ്ഠിച്ച ശ്രീ സുരേഷ് കുമാർ സാർ, അദ്ദേഹത്തെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 2001-2014 കാലഘട്ടത്തിൽ ഈ വിദ്യാലയത്തിലെ അധ്യാപകനായി സേവനമനുഷ്ഠിച്ച ശ്രീ ചന്ദ്രശേഖര പി സാർ, റിട്ടയർഡ്. 2018-2021 കാലഘട്ടത്തിൽ ഈ സ്കൂളിലെ അധ്യാപികയായി സേവനമനുഷ്ഠിച്ച ശ്രീ ശാരദ യു, റിട്ടയർഡ് HM, ബഹുമാനപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അനുഗ്രഹീതയായ കവയിത്രി, കന്നഡ കവയിത്രിയാണ്, ബഹുമാനപൂർവ്വം ടീച്ചറിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. 2000-2010 കാലഘട്ടത്തിൽ ഈ വിദ്യാലയത്തിലെ അധ്യാപികയായി സേവനമനുഷ്ഠിച്ച ശ്രീമതി സ്വർണകുമാരി CK, റിട്ടയർഡ് HM, ബഹുമാനപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി 1989-2000 കാലഘട്ടത്തിൽ ഈ വിദ്യാലയത്തിലെ അധ്യാപികയായി സേവനമനുഷ്ഠിച്ച ശ്രീമതി ശോഭ റാണി K, റിട്ടയർഡ് പ്രിൻസിപ്പൽ, ബഹുമാനപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 1980-89 കാലഘട്ടത്തിൽ ഈ വിദ്യാലയത്തിലെ അധ്യാപികയായി സേവനമനുഷ്ഠിച്ച ശ്രീമതി ഇന്ദിര P, റിട്ടയർഡ് പ്രിൻസിപ്പൽ, ബഹുമാനപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സേവനം ബലിയായി തിരുസവിധേ അവകാഴ്ച